നമസ്കാരം. ശിവരാത്രി മാഹാത്മ്യം പാർട്ട് 3. മിത്രസിംഹ രാജാവിന് പിശാചികയിൽ നിന്നുള്ള മോചനത്തിന് വേണ്ടി ഗൗതമമുനി പറഞ്ഞു കൊടുക്കുന്ന കഥയാണ് ഇപ്പോൾ പറയാൻ പോകുന്നത്. ഗോകർണത്തിൽ പോയി ശിവരാത്രി ദിവസം ഗോകർണേശ്വരനെ പൂജിച്ചാൽ വളരെ നല്ല കാര്യമാണെന്നാണ് മുനി പറഞ്ഞു കൊടുക്കുന്നത്. അവിടെ ശിവരാത്രി ദിവസം കൂവളത്തിലെയും ഗോകർണ ക്ഷേത്രവും പരിശുദ്ധമായ ശിവലിംഗവും ഉണ്ടെങ്കിൽ എല്ലാ കാര്യവും ശുഭമായി എന്നാണ് ഗൗതമമുനി അദ്ദേഹത്തിന് പറഞ്ഞു കൊടുക്കുന്നത്. ശിവാർച്ചന, ധ്യാനം, ജപം, തർപ്പണം, പ്രദക്ഷിണം, ശിവകഥ കേൾക്കൽ, വർണ്ണിച്ചു പറയൽ, നമസ്കാരം, ശിവനാമകീർത്തനം, സന്ധ്യാകീർത്തനം, ദാനം, വ്രതം, ഹോമം എന്നിങ്ങനെ ഓരോരുത്തർക്കും അവരവർക്കിഷ്ടപ്പെട്ട രീതിയിൽ ശിവാർച്ചന ചെയ്യാം. രാത്രി ഉറങ്ങാതെ നേരം വെളുക്കുമ്പോൾ ക്ഷേത്രദർശനം നടത്തിയിട്ട് ജനങ്ങൾ തിരിച്ചു പോകും. ഞാനും ശിഷ്യവൃന്ദവും സമുദ്രജലത്തിൽ കുളി കഴിഞ്ഞ് ശിവപൂജ അനുഷ്ഠിച്ച ശേഷം രാവിലെ മടങ്ങാൻ ഭാവിക്കുമ്പോൾ കൗതുകകരമായ ഒരു കാഴ്ച കണ്ടു. സമയം ഏതാണ്ട് ഉച്ചയോടടുത്തിരുന്നു. വെയിൽ മൂത്തപ്പോൾ ദാഹവും വിശപ്പും സഹിക്കാതെ ഞങ്ങൾ ഒരു തടാക സമീപത്തേക്ക് ചെന്നു. കാലും കണ്ണും മുഖവും കഴുകി വെള്ളവും കുടിച്ച് ആൽത്തറയിൽ കയറി ഇരിക്കുകയായിരുന്നു. അവിടെ മുൻവശത്തായി ഒരു കിഴവിയായ ചണ്ഡാലികയെ കണ്ടു. അവർ വളരെയധികം വിഷമിച്ച് പൊടിമണ്ണിൽ കിടന്നുരുളുകയായിരുന്നു. കുഷ്ഠരോഗവും ക്ഷയരോഗവും കൃമിശല്യവും അവരെ ബാധിച്ചിരുന്നു. ചുണ്ടും കൈയും മറ്റും മുറിഞ്ഞു വീഴുന്നുണ്ടായിരുന്നു. ശരീരത്തിൽ മലമൂത്ര വിസർജനം ചെയ്തതിൻ്റെ അടയാളങ്ങളെല്ലാം ഉണ്ട്. വളരെ വിഷമിച്ചാണ് അവർ ശ്വാസം വിട്ടിരുന്നത്. ഛർദിയും വിറയലും കടുത്ത ശ്വാസമുട്ടലും മൂലം അവർ നിലത്ത് കൈകാലിട്ടടിച്ച് ഉരുളുകയായിരുന്നു. വേദന സഹിക്കാതെ അവർ വാവിട്ട് കരയുന്നുണ്ടായിരുന്നു. ആ ചണ്ഡാലിക ചാകാറായെന്നു കരുതി ഞങ്ങൾ പ്രാണൻ പോകുന്നതും നോക്കി അല്പനേരം അവിടെ ഇരുന്നു. അപ്പോഴാണ് അവിടെ ഒരു സ്വർണ്ണ വിമാനം ആകാശത്തിൽ വൻ പ്രഭാപൂർണമാക്കിക്കൊണ്ട് താഴ്ന്നിറങ്ങി. ആ വിമാനത്തിൽ സുന്ദരനായ 4 ശിവകിങ്കരന്മാരെ ഞങ്ങൾ കണ്ടു. ശൂലം, പരശു, ഭസ്മം, ജട, അമ്പിളിക്കല, പുലിത്തോൽ, പാമ്പരഞ്ഞാൻ, ശിവമുദ്ര, രുദ്രാക്ഷം എല്ലാം ധരിച്ചിട്ടുണ്ട് ആ ശിവകിങ്കരന്മാർ. ഞാൻ അത്ഭുതാദരങ്ങളോടെ അവരെ തൊഴുതുകൊണ്ട് ചോദിച്ചു, അല്ലയോ ശിവകിങ്കരന്മാരെ, നിങ്ങൾക്ക് നമസ്കാരം. നിങ്ങളെ കണ്ടതിനാൽ എൻ്റെ ജന്മം സഫലമായി. നിങ്ങൾ എന്തിനാണ് ഇങ്ങോട്ട് വന്നതെന്ന് പറയൂ. ജനങ്ങൾക്ക് നന്മ ചെയ്യാൻ സഞ്ചരിക്കുകയാണോ, അതോ ഭൂമിയിലെ ജനങ്ങളുടെ ദുഷ്കൃതങ്ങളുടെ കണക്കെടുക്കാൻ നടക്കുകയാണോ? ശ്രീ പരമേശ്വര കിങ്കരന്മാരായ നിങ്ങൾ ദയവായി പരമാർത്ഥം അറിയിച്ചാലും. അത് കേട്ട് ആ കിങ്കരന്മാർ ഇപ്രകാരം പറഞ്ഞു, അല്ലയോ ഗൗതമമുനെ, ഞങ്ങൾ വന്നിരിക്കുന്നത് ഭയങ്കരമായ രോഗം ബാധിച്ച് മരിക്കാൻ കിടക്കുന്ന ഈ ചണ്ഡാലികയെ കൂട്ടിക്കൊണ്ടുപോകാനാണ്. കിങ്കരന്മാരുടെ വാക്കുകൾ കേട്ട് ഞാൻ കൗതുകത്തോടെ ചോദിച്ചു, ഈ ഞാൻ പറയുന്ന ആളാണ് ഗൗതമമുനി. ശിവശിവ, ഭഗവാന്റെ കൽപ്പന എത്ര വിചിത്രം! എല്ലാ പാപങ്ങൾക്കും പാത്രമായ ഇവളെ സ്വർഗത്തിലേക്ക് കൂട്ടിക്കൊണ്ടു ചൊല്ലാൻ മഹേശ്വരൻ കൽപ്പിച്ചുവെന്നോ? ഇവൾ ഒരു ദാനവും ചെയ്തിട്ടില്ല, ഒരിക്കൽ പോലും ശങ്കരധ്യാനം നടത്തിയിട്ടില്ല. ജ്ഞാനമോ സത്യമോ പ്രവൃത്തിയോ ഇവൾക്കില്ല. വേദമോ ഭക്തിയോ ഭാവശുദ്ധിയോ ഒന്നുമേ ഇവൾക്കില്ല. തീർത്ഥസേവയില്ല, ക്ഷേത്രദേവതാ നമസ്കാരമില്ല, ഈശ്വരനാമം പോലും ഇവൾ കേട്ടിട്ടേയില്ല. ഇവൾ തിങ്കളാഴ്ച നോയമ്പെടുത്തിട്ടില്ല. പിന്നെ ഇവൾ സ്വർഗത്തിൽ പോകാൻ എന്തു ഭാഗ്യമാണ് ചെയ്തിട്ടുള്ളത്? മഹേശ്വരൻ ഇവളിൽ പ്രസാദിക്കാൻ എന്താണ് കാരണം? പാപകർമ്മത്തിന് പാപവും പുണ്യകർമ്മത്തിന് പുണ്യവുമാണല്ലോ ലഭിക്കേണ്ടത്. ഏതായാലും മഹേശ്വരൻ്റെ കൽപ്പന ലംഘിക്കാതെ വേഗം ഈ ദുഷ്ടയെ നിങ്ങൾ കൊണ്ടുപോവുക. എൻ്റെ ഇപ്രകാരമുള്ള വാക്കുകൾ കേട്ട് പുഞ്ചിരി തൂകിക്കൊണ്ട് ശിവകിങ്കരന്മാർ ഇങ്ങനെ പറഞ്ഞു, ഹേ മഹാമുനെ, കേൾക്കാൻ കൗതുകമുണ്ടെങ്കിൽ
ഞങ്ങൾ പറയുന്നത് സശ്രദ്ധം അങ്ങ് കേട്ടുകൊള്ളുക. അപ്പോൾ അങ്ങയുടെ മനസ്സിലുള്ള എല്ലാ സംശയങ്ങളും മാറുന്നതായിരിക്കും. കഴിഞ്ഞ ജന്മത്തിൽ ഈ ചണ്ഡാലിക അതിസൗന്ദര്യവതിയായി അമ്പിളിക്കല പോലെ ദിനം പ്രതി വളർന്നു വന്നവളാണ്. സൗമിനി എന്നു പേരായ ഒരു ബ്രാഹ്മണ സ്ത്രീയായിരുന്നു ഇവൾ. അതിസുന്ദരിയും ശൃംഗാരരസികയുമായിരുന്നു. മാതാപിതാക്കന്മാരുടെ ലാളനയേറ്റ് അത്യന്തം സന്തോഷത്തോടെയാണ് ഇവൾ വസിച്ചത്. യൗവനയുക്തയായപ്പോൾ സൗന്ദര്യവും അവളോടൊപ്പം വളർന്നു വന്നു. കവിളുകൾ തുടുത്തുമിന്നി അത്യധികം സുന്ദരിയായി തീർന്നു അവൾ. സുന്ദരിയായ തങ്ങളുടെ മകളെ ആ മാതാപിതാക്കൾ അനുയോജ്യനായ ഒരു ബ്രാഹ്മണകുമാരന് വേളി കഴിപ്പിച്ചു കൊടുത്തു. ബ്രാഹ്മണ യുവാവുമായി സൗമിനി സന്തോഷത്തോടുകൂടി വസിച്ചു. കുറച്ചുനാൾ കഴിഞ്ഞപ്പോൾ ബ്രാഹ്മണന് രോഗം പിടിപെട്ടു. അയാളുടെ രോഗം നാൾക്കുനാൾ വർദ്ധിച്ചു വന്നു. സൗമിനിക്ക് അയാളോട് വെറുപ്പും അപ്രിയവുമായി. ഇങ്ങനെ 10-30 ദിവസം കഴിഞ്ഞപ്പോൾ ബ്രാഹ്മണൻ മരിച്ചു. കർമ്മഫലമെന്നല്ലാതെ എന്താ പറയുക? ഭർത്താവിൻ്റെ വേർപാടിൽ സൗമിനി വളരെ ദുഃഖിച്ചു വസിക്കുമ്പോൾ അവളിലെ യൗവനത്തിൻ്റെ കൊടുങ്കാറ്റ് ആഞ്ഞടിക്കുകയാൽ ഈശ്വര വിചാരമെന്ന ദീപം അവളിൽ നിന്നും പൊലിഞ്ഞുപോയി. അവൾ കാമപീഡയാൽ വളരെ അലഞ്ഞ് സൗമിനി പതുക്കെ ജാരസംസർഗം ആരംഭിച്ചു. അതിനുള്ള സ്ഥലം അത്യന്തം ഗൂഢമായി വെച്ചു. മനോഭാവ പ്രഭാവത്താൽ മതോന്മത്തയായ സൗമിനി ദിനം പ്രതി ഗൂഢപുരുഷന്മാരെ വരുത്തി രതിക്രീഡ തുടർന്നു. കാലം നീങ്ങിയപ്പോൾ സൗമിനി നിത്യവും ജാരന്മാരെ തിരക്കി സന്ധ്യാവേളകളിൽ ഇറങ്ങി നടപ്പും തുടങ്ങി. തന്നെ ആരും കാണുന്നില്ല എന്ന് അവൾ വിചാരിച്ചിരുന്നു. അങ്ങനെയിരിക്കെ സൗമിനി ഗർഭിണിയായി. വീട്ടുകാർ ഇതറിഞ്ഞ് അവളെ ആട്ടിപ്പുറത്താക്കി. ഭർത്താവിൻ്റെ അനുജന്മാരും മറ്റും ബ്രാഹ്മണന്മാരും ചേർന്ന് തലമുടിക്ക് പിടിച്ചു വലിച്ചിഴച്ച് സൗമിനിയെ കാട്ടിൽ കൊണ്ടാക്കി. വേണ്ട പ്രഹരം ഏൽപ്പിച്ചിട്ട് പോന്നു. നിരാശ്രയായ സൗമിനി കാട്ടിലൂടെ അലഞ്ഞു നടന്ന് അവസാനം അടുത്തുള്ളൊരു രാജ്യത്തിൽ എത്തിച്ചേർന്നു. പല ദേശങ്ങളിലും അലഞ്ഞു നടന്ന അവളെ ആരോഗ്യവാനും വീരനുമായ ഒരു ശൂദ്രൻ കണ്ട് മോഹിച്ചു. ആശാപാശത്താൽ അന്ധനായ അയാൾ സമ്പന്നനും അതിശക്തനുമായിരുന്നു. ശൂദ്രൻ സൗമിനിയെയും കൂട്ടിക്കൊണ്ട് തൻ്റെ വീട്ടിലേക്ക് പോയി. സ്വന്തം ഭാര്യയാക്കി സന്തോഷത്തോടെ സൗമിനിക്ക് ശൂദ്രൻ പലതരം ആഭരണങ്ങൾ ഇഷ്ടാനുസരണം പണിയിച്ചു കൊടുത്തു. അയാൾ അവളിൽ നിന്നും ഒരിക്കലും അകന്നിരിക്കാതെ ജീവിച്ചു. സുന്ദരിയും സുഭാഷിണിയുമായി സൗമിനി ശൂദ്രനെ ഒരുപാട് വശപ്പെടുത്തി. മദ്യപാനവും മാംസഭക്ഷണവും അവൾക്ക് ഏറെ പ്രിയമായി. അങ്ങനെ കുറേ കാലം കഴിഞ്ഞപ്പോൾ അവർക്ക് 4-5 പുത്രന്മാരുണ്ടായി. സൗമിനി ശൂദ്രഗൃഹത്തിൽ സന്തുഷ്ടയായി വസിക്കുമ്പോൾ അയാൾ മറ്റു ജോലികൾക്കായി അകലെ ഒരിടത്തേക്ക് പോയി. രാത്രി മദ്യപാനം കഴിഞ്ഞപ്പോൾ സൗമിനിക്ക് ആട്ടിറച്ചി തിന്നാനൊരു കൊതി. ഉറക്കം ഉപേക്ഷിച്ച് വാളുമെടുത്തുകൊണ്ട് ആടിനെ അന്വേഷിച്ച് തൊഴുത്തിലേക്ക് പോയി. തൊഴുത്തിലെത്തിയ അവൾ ആടാണെന്ന് വിചാരിച്ച് ഒരു പശുക്കുട്ടിയെ കൊന്നു. കൊന്ന പശുവിനെയും കൊണ്ട് വീട്ടിലെത്തി വെളിച്ചത്ത് നോക്കുമ്പോഴാണ് തനിക്ക് പറ്റിയ തെറ്റ് അവൾ മനസ്സിലാക്കുന്നത്. കഷ്ടം, ശിവശിവ എന്ന് പറഞ്ഞ് അവൾ സങ്കടപ്പെട്ടു. മുജ്ജന്മ സുഹൃതം കൊണ്ടാണ് ശങ്കരനാമം ഉച്ചരിക്കാൻ അവൾക്ക് കഴിഞ്ഞത്. ശിവനാമം ഒരു പ്രാവശ്യം ഉച്ചരിച്ചാൽ പോലും സ്വഭാവം നന്നാവുകയും പാപങ്ങൾ നീങ്ങുകയും ചെയ്യും. ശിവ എന്ന 2 അക്ഷരം അതിപാവനവും മംഗളകരവുമാണ്. ആ നാമം യാദൃശ്ചികമായി ജപിച്ചിട്ട് സൗമിനി 2 നാഴിക നേരം നിശബ്ദയായിരുന്നു. പിന്നീട് പശുക്കുട്ടിയുടെ മാംസം വേവിച്ച് ഭക്ഷിച്ചു. പകുതി ഭക്ഷിച്ച ശേഷം പകുതി പുറത്തെടുത്തിട്ട് അവൾ, ദൈവമേ, ഹാ കഷ്ടം, ക്രൂരനായ ഒരു പുലി വന്ന് പശുക്കുട്ടിയെ ഭക്ഷിച്ചു പോയിരിക്കുന്നു, രക്ഷിക്കുവിൻ രക്ഷിക്കുവിൻ
തീറ്റ കഴിഞ്ഞ് പുലി പോകുന്നു, പുലിയെ കൊല്ലുവിൻ എന്നെല്ലാം പറഞ്ഞ് ഉച്ചത്തിൽ വാവിട്ടു കരഞ്ഞു. സമീപഗൃഹങ്ങളിൽ നിന്നും ശൂദ്രവർഗങ്ങളെല്ലാം ഓടിവന്ന് ഛിന്നഭിന്നയായ പശുമാംസം കണ്ട് അവർ മൂക്കത്ത് വിരൽ വെച്ച് തങ്ങളിൽ നോക്കി എല്ലാവരും പരിതാപം പ്രകടിപ്പിച്ച് തിരിച്ചുപോയി. പിറ്റേ ദിവസം രാവിലെ തൊഴുത്തിൻ്റെ ഉടമസ്ഥനായ ശൂദ്രൻ വന്ന് കഥകൾ അറിഞ്ഞ് ദുഃഖിച്ചു. അയാൾ വീണ്ടും പശുക്കളെ പാലിച്ചുകൊണ്ട് അവിടെ വസിച്ചു. 10-30 കൊല്ലം കഴിഞ്ഞപ്പോൾ ശൂദ്രഭാര്യയായ സൗമിനി ഒരു ദിവസം മരിച്ചു. യമലോകത്തെത്തിയ അവളുടെ ധർമാധർമ്മങ്ങൾ ധർമ്മരാജാവ് പരിശോധിച്ചു. അധർമ്മഫലാനുഭവത്തിന് ഘോരമായ നരകത്തിൽ വസിപ്പിച്ച ശേഷം കൂടുതൽ പീഡനത്തിനായി ചണ്ഡാലിയുടെ ഗർഭത്തിലെത്തിച്ചു. ചണ്ഡാലി കറുത്തിരുണ്ട കുരുടിയായ ഒരു കുട്ടിയെ പ്രസവിച്ചു. കണ്ണുകാണാൻ വയ്യാത്ത കുട്ടിയെ ക്രൂരനായ പിതാവ് വളരെയധികം പീഡിപ്പിച്ചാണ് വളർത്തിയത്. മറ്റു കുട്ടികളും പട്ടിയും തിന്ന ശേഷമുള്ള ചോറും പഴങ്കഞ്ഞിയും കഞ്ഞിവെള്ളവും ആ കുട്ടിയെ കുടിപ്പിച്ചു. ആ കുട്ടി പട്ടിണി കിടന്ന് വാവിട്ട് നിലവിളിച്ചു. ചൂടേറിയ വെയിലത്ത് കിടന്ന് കഷ്ടപ്പെട്ടു. ഒടുവിൽ കുഷ്ഠവും ക്ഷയവും ബാധിച്ചു. മുഖവും കൈകാലുകളും പഴുത്ത് ദുർഗന്ധം വമിച്ചപ്പോൾ ചണ്ഡാലൻ അവളെ കാട്ടിൽ കൊണ്ടുപോയി ഉപേക്ഷിച്ചു. അവൾ ഒരു വടിയും ചട്ടിയും എടുത്തു നാടുതോറും തെണ്ടി ജീവിച്ചു തുടങ്ങി. ചിലർ വല്ലതും കൊടുത്തു, മറ്റു ചിലർ അറപ്പോടും വെറുപ്പോടും നോക്കി പരിഹസിച്ചു. ഇങ്ങനെ നടക്കുന്ന കാലത്തിലൊരിക്കൽ ശിവരാത്രി മഹോത്സവത്തിന് ഗോകർണത്തേക്ക് പോകുന്ന ആളുകളുടെ പിന്നാലെ ചണ്ഡാലികയും കൂടി. നല്ല ഭക്ഷണവും വസ്ത്രവും കിട്ടുമെന്നോർത്താണ് അവൾ പോയത്. സദ്യയ്ക്ക് പോകുന്ന ആൾക്കാരാണെന്ന് ധരിച്ച് വളരെ വിഷമിച്ച് വടിയും കുത്തി വഴിയാത്രക്കാരെ വിളിച്ചുകൊണ്ട് പിന്നാലെ ചെന്ന് അവരോട് ദീനസ്വരത്തിൽ ഇപ്രകാരം പറഞ്ഞു: എനിക്ക് അല്പമെങ്കിലും ആഹാരം തരണേ. ഒരു മുണ്ടുകൂടി തന്നാൽ വലിയ ഗുണം കിട്ടും. വിശപ്പും ദാഹവും വല്ലാതെ കൂടുന്നു. ദേഹം തളർന്നു പോകുന്നു. നടക്കാൻ അല്പം പോലും കഴിവില്ല. 3-4 ദിവസമായി ഞാൻ പട്ടിണിയാണ്. എന്നെ കൊണ്ടുപോകാൻ ഒരു കാലനും മനസ്സില്ലാതായിരിക്കുന്നു. ബന്ധുക്കൾ ഉപേക്ഷിച്ചു. ആഹാരത്തിന് നിവൃത്തിയില്ല. മാളോരേ, ഇവളോട് അല്പം ദയ കാട്ടണേ എന്നു പറഞ്ഞ് ആ ചണ്ഡാലിക കരയുകയുണ്ടായി. ശിവപൂജയ്ക്കായി കൂവളത്തിലയും കൊണ്ട് പോകുന്ന യാത്രക്കാരിലൊരുവൻ ഒരു കൂവളത്തില ഇട്ടുകൊടുത്തു. അവൾ കൂവളത്തില കൈകൊണ്ട് തപ്പി നോക്കിയിട്ട് തിന്നാൻ കൊള്ളുന്നതല്ലെന്ന് മനസ്സിലാക്കി ദൂരെ കളഞ്ഞു. ഈശ്വരാധീനത്താൽ അവൾ ദൂരെ കളഞ്ഞ കൂവളത്തില ഒരു ശിവലിംഗത്തിൻ്റെ ശിരസിലാണ് വീണത്. ആഹാരം കിട്ടാഞ്ഞതിനാൽ അന്ന് ഉറങ്ങാനും കഴിഞ്ഞില്ല. 1 യോജന കരഞ്ഞ് വിളിച്ചു നടന്ന് സങ്കടപ്പെട്ട ചണ്ഡാലി അങ്ങനെ ആ രാത്രി പിന്നിട്ടു. നേരം പുലർന്നപ്പോൾ ജനങ്ങളെല്ലാം അവരവരുടെ വഴിക്ക് പോയി. ചണ്ഡികാ ക്ഷേത്രത്തിന് മുന്നിൽ കടൽ തീരത്ത് ചണ്ഡാലി രാത്രി കഴിച്ചുകൂട്ടി. ജനലക്ഷങ്ങളുടെയെല്ലാം ബഹളമെല്ലാം തീർന്നപ്പോൾ അത്യന്തം ആർത്തയായ അവൾ ഇവിടെ വന്നു ചേർന്നു. ചാകാറായപ്പോൾ കാലപുരിക്ക് പോകാൻ ഒരുങ്ങി കിടക്കുന്നു. സന്ധികളെല്ലാം തളർന്ന് ശരീരം ആകെ ക്ഷീണിച്ച് വേദന കൊണ്ടും ദുഷ്കർമ്മഫലത്താലും വളരെ സങ്കടപ്പെട്ടു കഴിയുന്നു. അന്തിമ നിമിഷം സമീപിച്ച ചണ്ഡാലിയെക്കുറിച്ച് ദയാനിധിയായ ശ്രീ പരമേശ്വരൻ ചിന്തിച്ച് 2 നാഴിക മുമ്പാണ് ചിന്തിച്ചത്. ഞങ്ങളെ വിളിച്ച് ഇവളെ കൊണ്ടുവരാൻ ആവശ്യപ്പെട്ടു. അല്ലയോ ഗൗതമമുനെ, ഇതാണ് പരമാർത്ഥം. ഈ കഥ ഇവിടെ വെച്ച് നിർത്താം. ഇതിൻ്റെ ബാക്കി നാളെ പറയാം.